ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. രാവിലെ എണീറ്റപ്പോൾ 10 മണി ആ സമയത്ത് തന്നെ വിജയിൻ്റെ സത്യപ്രതിജ്ഞ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ആധികാരികമായിട്ട് തലപതി വിജയിനെ പറ്റി സംസാരിക്കണം തോന്നി. ഞാൻ സൂചിപ്പിച്ച പോലെ ഞാൻ ആദ്യമായിട്ട് ഒരു കഷ്ണമായിട്ട് കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡിസ്ക് ഇട്ടിട്ട് CD ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒറ്റയിരുപ്പിന് കണ്ട വിജയിൻ്റെ ആദ്യത്തെ പടം ഞാൻ കണ്ടത് പോക്കിരിയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് വിജയിനോട്. കാരണം അയാളെ പോകുന്ന ഒരാളെ ഞാൻ അതിന് മുന്നേ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു, എന്തോ ഒരു ഓറ എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. അതെന്താണ് സംഭവം. ഞാൻ ബേസിക്കലി ഒരു സൂര്യ ഫാനാണ്, പക്ഷേ വിജയിനോടുള്ള ആ ഒരു സംഭവം ഭയങ്കര യുണീക്കാണ്. അതെനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല ഇതുവരെ. എന്തോ ഒരു പ്രത്യേക ഇഷ്ടം വിജയിനെ, തലപതിനെ. അതായത് പക്കത്ത് വീട്ടിൽ പയ്യനൊക്കെ തമിഴ് ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടില്ല. അതായത് എന്തോ ഒരു വല്ലാതൊരു ഇഷ്ടമായിരുന്നു വിജയിനോട്. പിന്നെ അങ്ങോട്ട് വിജയിൻ്റെ തുപ്പാക്കി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പടവും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡേ കണ്ട പടമുണ്ട്, ഫാൻ ഷോ കണ്ട പടമുണ്ട്. വിജയിനെ ഞാൻ കൃത്യമായിട്ട് എപ്പോൾ എല്ലാ കാലത്തും വിമർശിക്കാറുണ്ട്. അണ്ണൻ്റെ അതായത് അത്ര നല്ല പടങ്ങൾ, ഇപ്പോൾ ബീസ്റ്റ് പോലത്തെ പടം എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല ഫാൻ ഷോ കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ അണ്ണനെ വിമർശിക്കാറുണ്ട്. എന്നിരുന്നാലും ആസ് ഒരു സിനിമ ആരാധകൻ എന്നുള്ള നിലയിൽ ഒരു വിജയ് പടം ഫാൻസുകാരെ കൂടെ ഇരുന്ന് കാണുന്നത്ര വൈബ് എനിക്ക് ഈ ലോകത്ത് ഒരു സിനിമക്കും കിട്ടിയില്ല. വിജയ് പടം ഫാൻസുകാരെ കൂടെ ഫാൻ ഷോ ഇരുന്ന് കണ്ടോ, അതൊരു ഫെസ്റ്റിവൽ മൂഡാണ്. ഈ വീഡിയോ കാണുമ്പം അനുഭവിച്ചവർക്ക് അത് അറിയുന്നുണ്ടാവും. അതൊരു വല്ലാതെ സെലിബ്രേഷൻ വൈബാണ്. അതുപോലെ ഇപ്പോൾ അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഒരു ഘട്ടത്തിൽ അണ്ണൻ സിനിമയെല്ലാം മതിയാക്കി രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഇനി അണ്ണൻ സിനിമ ചെയ്യില്ല, വിജയ് പടങ്ങൾ ഇനി തിയേറ്ററിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ അണ്ണൻ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഞാനും നമ്മളെ സുഹൃത്തുക്കളെല്ലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ട് തന്നെ ഉണ്ടായത്. അതായത് എന്ത് വിജയ് എല്ലാവരും പറയും ഒരു ചലനം ഉണ്ടാക്കൂല, വിജയ് കൂടിപ്പോയാൽ വിജയ് മാത്രം ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ തോക്കും, വിജയ് ഒരു 10-15 സീറ്റ് 15 സീറ്റ് കിട്ടുന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്രഡിക്ഷൻ. ഞാനും എൻ്റെ ഒരു കമ്പനിക്കാരനും പ്രഡിക്റ്റ് ചെയ്തത് 15 സീറ്റ് കിട്ടുന്നല്ലാണ്. പക്ഷേ തമിഴക വെട്രിക്കഴകം 108 സീറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി. പറയാൻ വാക്കുകളില്ല. അണ്ണൻ പറഞ്ഞതുപോലെ കൂട്ടം വോട്ടായി മാറുമോ എന്നാണ് സ്റ്റാലിൻ ചോദിച്ചിന്. കൂട്ടം വോട്ടായി മാറി അയാൾ ഇന്ന് തമിഴ്നാടിൻ്റെ CM ആയി. ഞാനും വിചാരിച്ച അങ്ങനെ തന്നെയാണ്. ഈ ഫാൻസുകാരൊക്കെ ആയിരിക്കും വിജയിൻ്റെ TVKയുടെ പരിപാടിക്ക് കൂടുതൽ പോകുന്നത്. ഇവരൊന്നും വോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും, പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും വിജയ്ക്ക് ഇത്ര റീച്ച് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാ. അണ്ണൻ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഞാൻ അണ്ണൻ ജയിക്കൂല, 15 സീറ്റേ കിട്ടുള്ളൂ പറഞ്ഞ് കളിയാക്കിയോണ്ട് ഇത് അണ്ണനോട് പറയുന്ന ഒരു സോറി കൂടിയാണ് എൻ്റെ ഈ വീഡിയോ. കാരണം ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അണ്ണൻ ഇത്രയും വലിയൊരു വിജയം അണ്ണന് കിട്ടുന്നില്ലത്. എന്തായാലും അണ്ണൻ പൊളിച്ചു, തകർത്തു. ഇന്ന് ആ ഒരു സത്യപ്രതിജ്ഞ TV ലൈവായിട്ട് കണ്ട സമയത്ത് ശരിക്കും രോമാഞ്ചമുണ്ടായി. മറ്റേ സി ജോസഫ് വിജയ് എന്ന് പറഞ്ഞ സമയത്ത് ആ ക്രൗഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കുറേ ഓഡിയോ ലോഞ്ചിൽ, അതേപോലെ ചില പടങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറയുമ്പോൾ പണ്ടേ ആ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു CM സ്ഥാനത്തേക്ക് വരുമ്പം ആ ഒരു സെറമണിയിൽ അത് പറഞ്ഞപ്പോൾ ജോസഫ് വിജയ് അത് പറഞ്ഞപ്പോൾ കിട്ടിയൊരു ഫീല് വാസ് ഗ്രേറ്റ്. ഒന്നും പറയാനില്ല. അണ്ണൻ തകർത്തു. ബട്ട് സ്റ്റിൽ ഒരു വിഷമം ബാക്കിയാണ്. ഇനി വിജയ് സിനിമകൾ തിയേറ്ററിൽ കാണാൻ പറ്റൂല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ്. അത് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. കാരണം എനിക്കൊന്ന് വിജയ് ഫാൻസിനല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഡൈ ഹാർഡ് വിജയ് ഫാനൊന്നുമല്ല. പക്ഷേ വിജയിൻ്റെ പടം തിയേറ്ററിൽ കാണുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല പടമാണെങ്കിൽ, മോശം പടമല്ല, നല്ല പടമാണെങ്കിൽ ആ ഒരു വല്ലാതെ അനുഭവം തന്നെയാണ്. അത് ശരിക്കും മിസ് ചെയ്യും. സോ ഞാനും പ്രതീക്ഷിക്കുന്ന അണ്ണൻ ഒരു നാൾ സിനിമയിലേക്ക് വരട്ടെ. ഇനി തമിഴ്നാടിൻ്റെ ഭാവി അണ്ണൻ നല്ല രീതിയിൽ നോക്കുന്ന തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും മുതലമേച്ചർ വിജയ്ക്ക് സിനിയോറയുടെ വകയും ഒരു കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അണ്ണൻ ഇത് ഓക്കെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു.